നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് റീമേക്ക് ചെയ്ത് ഒറിജിനലിനേക്കാൾ മികച്ചതായ ചില സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലായത് നമ്മുടെ ജാക്കി ചാന്റെ സിനിമയാണ്. ആ ഒരു സിനിമയാണ് കരാട്ടെ കിഡ് എന്ന സിനിമ. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ 1984 പുറത്തിറങ്ങിയ ഈ ഒരു കരാട്ടെ കിഡ് സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്കാണ്. 84 കരാട്ടെ കിഡ് സിനിമ വളരെ മികച്ചൊരു സിനിമയാണ്. ആ ഒരു വർഷം വലിയൊരു വിജയം നേടി. ഇതിന്റെ സ്റ്റോറി ലൈൻ എന്തെന്നാൽ, നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി മറ്റുള്ള കുട്ടികളിൽ നിന്ന് ബുള്ളിങ് നേരിടേണ്ടി വരുന്നു. പെട്ടെന്നൊരു ദിവസം ഈ ഒരു കുട്ടിയുടെ ലൈഫിലേക്ക് ഒരു മാസ്റ്റർ കടന്നു വരുന്നു. ആ ഒരു മാസ്റ്റർ ഈ കുട്ടിയെ കരാട്ടെ പഠിപ്പിക്കുന്നു. ശേഷം ബുള്ളിങ് ചെയ്ത കുട്ടിയുമായി ഒരു ടൂർണമെന്റ് വെച്ച് ഈ ഒരു കുട്ടി വിജയിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ റീമേക്ക് ചെയ്തു. ആ ഒരു സിനിമയാണ് നമ്മൾ കണ്ട 2010 പുറത്തിറങ്ങിയ ജാക്കി ചാനും വിൽ സ്മിത്തിന്റെ മകനായ ജേഡൻ സ്മിത്തും നായകനായ ഈ ഒരു കരാട്ടെ കിഡ് സിനിമ. ഈ ഒരു സിനിമയിലും സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ സെയിം സ്റ്റോറി തന്നെയാണ്. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഒരു പയ്യൻ ചൈനയിലേക്ക് താമസം മാറുന്നു. അവിടെ വെച്ച് മറ്റുള്ള കുട്ടികളുടെ ബുള്ളിങ് നേരിടേണ്ടി വരുന്നു. അങ്ങനെ സെയിം മാസ്റ്റർ ജാക്കി ചാൻ കടന്നു വരുന്നു. ബുള്ളിങ് ചെയ്ത കുട്ടികളുമായി ടൂർണമെന്റ് വെക്കുന്നു. ജാക്കി ചാന്റെ ഹെൽപ്പോടുകൂടി കുട്ടി വിജയിക്കുന്നു. കരാട്ടെ കിഡ് സിനിമ പണ്ട് കൊച്ചു ടിവിയിൽ വരുമായിരുന്നു. സൂര്യ ടിവിയിലും വന്നിട്ടുണ്ട്. കൊച്ചു ടിവിയിൽ കണ്ടിട്ടുള്ളവർ ഉറപ്പായി നടക്കാൻ ചെയ്യുന്നു. മിനിമം 20 തവണയെങ്കിലും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ആയ ഒരു സിനിമയാണ്. നിങ്ങൾക്കും ഫേവറേറ്റ് ആയിരിക്കും. റീമേക്ക് സിനിമയുടെ പേര് കരാട്ടെ കിഡ് എന്നാണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ കരാട്ടയുമായി യാതൊരു ബന്ധവുമില്ല. ജാക്കി ചാൻ പഠിപ്പിക്കുന്നത് കുങ്ഫു ആണ്. ഒറിജിനൽ കരാട്ടെ കിഡ് സിനിമയിൽ കരാട്ടെ തന്നെയാണ് പഠിപ്പിച്ചത്. ഈ കരാട്ടെ എന്നത് ജപ്പാൻകാരുടെ മാർഷൽ ആർട്സ് ആണ്, കുങ്ഫു ചൈനക്കാരുടെ. ജാക്കി ചാൻ യഥാർത്ഥത്തിൽ ഒന്നിലധികം മാർഷൽ ആർട്സ് അറിയാം. കരാട്ടെ, കുൻഫു, ജുഡോ, തായി, അങ്ങനെ നമ്മുടെ ഇന്ത്യൻ മാർഷൽ ആർട്സ് ആയ കളരിപ്പയറ്റ് വരെ ജാക്കി ചാൻ അറിയാം. മിത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ജാക്കി ചാൻ കളരിപ്പയറ്റും പഠിച്ചത്. പിന്നീട് എന്തുകൊണ്ട് റീമേക്ക് സിനിമയിൽ കരാട്ടെ കിഡ് എന്ന് പേരിട്ടുകൊണ്ട് കുങ്ഫു പഠിപ്പിച്ചത് എന്തുകൊണ്ടെന്നാൽ, സ്റ്റോറി നടക്കുന്നത് ചൈനയിലാണ്. ഈ ഒരു സിനിമയിൽ ചൈനീസ് ബ്യൂട്ടി എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ടെല്ലാം തന്നെ ഏറ്റവും മെച്ചാവുന്നത് കുങ്ഫു ആണ്. പിന്നീട് എന്തുകൊണ്ട് കരാട്ടെ കിഡ് എന്ന പേരിട്ടെന്നാൽ, നമ്മൾ പറഞ്ഞിരുന്നു പഴയ കരാട്ടെ കിഡ് സിനിമ വലിയൊരു വിജയമായിരുന്നു. നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. പഴയ ഫാൻസിനെ അവരുടെ മെമ്മറീസ് റീഫ്രഷ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു പേരിട്ടത്. പക്ഷേ ഈ ഒരു സിനിമ റിലീസായപ്പോൾ വളരെ വലിയൊരു വിജയമായി മാറി. ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയ സിനിമകളിലൊന്നായിരുന്നു. സിനിമ വേൾഡ് ഫേമസ് ആയി മാറി. റീമേക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഒറിജിനലിനെ വെല്ലുന്ന റീമേക്കായിരുന്നു. കരാട്ടെ കിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ഭൂരിഭാഗം പേർക്കും ജാക്കി ചാന്റെ സിനിമയാണ് ഓർമ്മ വരുന്നത്. അത്രയും ഫേമസ് ആയി. ഒറിജിനൽ സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും മികച്ച സിനിമയാണെങ്കിലും പുതിയ കരാട്ടെ കിഡ് സിനിമയിൽ വളരെ മികച്ച മേക്കിംഗ് ആയിരുന്നു. ജാക്കി ചാന്റെ മികച്ച അഭിനയവും മാസ്റ്ററും സ്റ്റുഡന്റും തമ്മിലുള്ള ഇമോഷണൽ സീനുകളും വളരെ മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ ഒരു സിനിമയെ ഒരു പിടി മുന്നിലാക്കി. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ടൈറ്റാനിക്, അവതാർ, ടെർമിനേറ്റർ, ബ്രേവ് ഹാർട്ട്, അപ്പോകലിപ്റ്റോ തുടങ്ങി വലിയ വലിയ സിനിമകൾക്ക് മ്യൂസിക് കമ്പോസ് ചെയ്ത ജെയിംസ് ഹോണർ ആയിരുന്നു. ഒറിജിനൽ സിനിമയിലില്ലാത്ത പല മികച്ച സീനുകളും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ വർഷം കരാട്ടെ കിഡ് ലിജൻഡ്സ് എന്ന പേരിൽ പുതിയൊരു സിനിമ കൂടി വരുന്നു. ഈ ഒരു സിനിമ മറ്റൊരു യൂണിവേഴ്സ് ആണ്. ഒറിജിനൽ കരാട്ടെ കിഡ് സിനിമയിലെ സ്റ്റുഡന്റായി അഭിനയിച്ച റാൽഫ് മച്ചിയോയും പുതിയ കരാട്ടെ കിഡ് സിനിമയിലെ മാസ്റ്ററായി അഭിനയിച്ച ജാക്കി ചാനും ഈ ഒരു സിനിമയിൽ വരും. ജാക്കി ചാന്റെ ക്യാരക്ടറിന്റെ പേര് സെയിം ആണെങ്കിലും ഇത് മറ്റൊരു യൂണിവേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും മാസ്റ്റേഴ്സ് ആണ്. ഈ സിനിമയിലും ഒരു കുട്ടിയെ ബുള്ളിങ് ചെയ്യുന്നു. ഇവിടെ കുട്ടിക്ക് കിട്ടിയത് സിനിമയുടെ പേര് പോലെ തന്നെ രണ്ട് ലിജൻഡ് മാസ്റ്റേഴ്സിനെയാണ്. ഒരു മാസ്റ്റർ കരാട്ടെ പഠിപ്പിക്കും, നമ്മുടെ ജാക്കി ചാൻ കുൻഫു പഠിപ്പിക്കും. സിനിമ വലിയൊരു വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ദൃശ്യം സിനിമയാണ്. ദൃശ്യം 1 സിനിമ 2013 ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയ മികച്ച മലയാള സിനിമകളിലൊന്നാണ്. സിനിമയ്ക്ക് ഹിന്ദിയിലടക്കം പല റീമേക്കുകൾ വന്നു. എല്ലാ റീമേക്കുകളും വലിയൊരു വിജയം നേടി. പക്ഷെ ഏറ്റവും ബെസ്റ്റ് അപ്പോഴും ഒറിജിനൽ ദൃശ്യമായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം ലാലേട്ടനാണ്. ദൃശ്യം സിനിമയിൽ ഏറ്റവും മാച്ചിങ് ആയ മികച്ച പെർഫോമൻസ് നടത്തിയത് ലാലേട്ടനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2021 ദൃശ്യം സിനിമയുടെ സീക്വലായ ദൃശ്യം 2 എന്ന സിനിമ ഇറങ്ങി. ദൃശ്യം 2 എന്ന സിനിമ OTT റിലീസായിരുന്നു. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ദൃശ്യം 2 സിനിമയിലും മികച്ച പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു സിനിമയും പല ഭാഷകളിൽ റീമേക്ക് ചെയ്തു. അങ്ങനെ വീണ്ടും ഹിന്ദിയിലും റീമേക്ക് ചെയ്തു. ദൃശ്യം 2ന്റെ ഹിന്ദി വെർഷൻ മറ്റ് റീമേക്കുകളിൽ നിന്നും ഒറിജിനലിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പല മാറ്റങ്ങളും സിനിമയ്ക്കുണ്ടായിരുന്നു. മേക്കിംഗ് വൈസ് നോക്കുമ്പോൾ ദൃശ്യം 2ന്റെ ഹിന്ദി വെർഷന്
കൂടുതൽ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇതിന്റെ കാരണം എന്തെന്നാൽ മലയാളത്തിലെ ദൃശ്യം 2 എന്ന സിനിമ കോവിഡ് ടൈമിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിൽ പല പരിമിതികളും ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ OTT റിലീസായിരുന്നു ടാർഗറ്റ്. അതിൻ്റെതായ മേക്കിംഗ് സ്റ്റൈലായിരുന്നു. ഈ ഒരു സിനിമ തെലുങ്കിലും കന്നഡയിലും മലയാളത്തിന്റെ സെയിം മേക്കിംഗ് തന്നെയായിരുന്നു. അതും OTT റിലീസായിരുന്നു. എന്നാൽ ഹിന്ദിയിലേക്ക് വന്നപ്പോൾ വലിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ദൃശ്യം 2 ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തില്ല. ടൈം എടുത്തായിരുന്നു മേക്ക് ചെയ്തത്. മാത്രവുമല്ല ഇത് തിയേറ്റർ റിലീസായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഒറിജിനലിനുണ്ടായിരുന്ന ലിമിറ്റേഷൻസ് എല്ലാം ഇവർ ടൈം എടുത്ത് പല മാറ്റങ്ങൾ വരുത്തി മറികടന്നു. ഒരു തിയേറ്റർ സ്റ്റൈലാക്കി മാറ്റി. അങ്ങനെയാണ് മേക്കിംഗ് വൈസിൽ ഹിന്ദി റീമേക്ക് ചില സീനുകളിൽ ഒരല്പം സ്കോർ ചെയ്തത്. എന്തൊക്കെയായാലും ചുരുങ്ങിയ ടൈമിൽ പല ലിമിറ്റേഷനിൽ ഷൂട്ട് ചെയ്ത സിനിമയായിട്ടും പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അപ്പോഴും അവിടെ വിജയിക്കുന്നത് ഒറിജിനൽ ദൃശ്യം തന്നെയാണ്. അടുത്ത സിനിമയാണ് വിജയണ്ണന്റെ ഗില്ലി എന്ന സിനിമ. ഈ ഗില്ലി എന്ന സിനിമ മഹേഷ് ബാബു നായകനായ ഒക്കാഡു എന്ന തെലുങ്ക് സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്കാണ്. പക്ഷേ ഈ ഒരു സിനിമ ഒറിജിനലിനേക്കാളും മികച്ചതായി മാറി. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വിജയണ്ണന്റെ ഗില്ലി ആയിരിക്കും. നല്ല റിപ്പീറ്റ് വാല്യുള്ള സിനിമയാണ്. തെലുങ്ക് സിനിമയിൽ മഹേഷ് ബാബുവിന്റെ അജയ് എന്ന ക്യാരക്ടർ ഒരു സിമ്പിൾ ബേബി ഫേസ് ക്യാരക്ടർ ആയിരുന്നു. കഥയ്ക്ക് വേണ്ട ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ ഒരു ക്യാരക്ടറിന് കഴിഞ്ഞില്ല. പക്ഷെ ചില സീനുകളിൽ മാസ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു. ഗില്ലി സിനിമയിലേക്ക് വരുമ്പോൾ വിജയണ്ണന്റെ ക്യാരക്ടർ സ്റ്റോറിക്ക് അനുസരിച്ചുള്ള സീരിയസ്നെസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. മാത്രവുമല്ല ഗില്ലി സിനിമയിൽ വിദ്യാസാഗറിന്റെ പവർഫുൾ BGM ഉണ്ടായിരുന്നു. വിജയണ്ണന്റെ സ്വന്തമായ സ്റ്റൈലും ഈ ഒരു ക്യാരക്ടറിന്റെ മാച്ചിങ് ആയിരുന്നു. ഗില്ലി എന്ന സിനിമ ഒക്കാഡുവുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വിജയം നേടിയ ഡബിൾ കളക്ഷൻ നേടിയ സിനിമയാണ്. ഇതുപോലെ തന്നെ പോക്കിരി സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ മികച്ചത് ഒറിജിനൽ മഹേഷ് ബാബുവിന്റെ പോക്കിരി തന്നെയാണ്. അടുത്ത സിനിമയാണ് സൽമാൻ ഖാൻ നായകനായ തേരേ നാം എന്ന സിനിമ. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ തമിഴിലെ വിക്രം നായകനായ സേതു എന്ന സിനിമയുടെ റീമേക്കാണ്. ഈ ഒരു സിനിമ 99 പുറത്തിറങ്ങി വിജയം നേടിയ സിനിമയാണ്. 2003 തേരേ നാം പുറത്തിറങ്ങുന്നത്. സിനിമയിൽ സൽമാൻ ഖാന്റെ ലുക്കും പാട്ടുകളും ആ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയി മാറി. മികച്ച പെർഫോമൻസ് കൊണ്ടും പാട്ടുകൾ കൊണ്ടും സൽമാൻ ഖാന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഐക്കോണിക് ക്യാരക്ടറായി തേരേ നാമിലെ ഈ ഒരു ക്യാരക്ടർ മാറി. മേക്കിംഗ് വൈസിലും ഈ ഒരു സിനിമ കൂടുതൽ മികച്ചു നിന്നു. അടുത്ത സിനിമയാണ് കിങ് കോങ്. ലോർഡ് ഓഫ് റിങ്സിന്റെ ഡയറക്ടർ പീറ്റർ ജാക്സൺ ഡയറക്ട് ചെയ്ത മികച്ച സിനിമകളിലൊന്നായിരുന്നു കിങ് കോങ്. കിങ് കോങ്ങിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. 1935 ആദ്യ കിങ് കോങ് സിനിമ ഇറങ്ങിയത്. ശേഷം ഒരുപാട് സിനിമകൾ ഇറങ്ങി. എങ്കിലും ആദ്യ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് 2005 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമയാണ്. ഒറിജിനൽ സ്റ്റോറിയോട് 100% മാച്ചിങ് ഉള്ള സിനിമയാണ്.